ഹ്യൂമൻസിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഡിസീസുകളാണ് നമ്മൾ പറഞ്ഞ ബാക്ടീരിയ, വൈറൽ, പ്രോട്ടോസോവൻ, ഹെൽമിന്ത് ഡിസീസുകളൊക്കെ ഉണ്ട്. അതിലാദ്യത്തെയാണ് ബാക്ടീരിയൽ ഡിസീസസ്. ബാക്ടീരിയൽ ഡിസീസിൽ ഫസ്റ്റ് വൺ ടൈഫോയിഡ് ഫീവർ. ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ടൈഫോയിഡ് ഫീവർ. ഈ ടൈഫോയിഡ് ഫീവറിന് കാരണക്കാരായ ആ ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജനാണ് സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞാൽ ഒരു പാത്തോജനിക് ബാക്ടീരിയമാണ് ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്. ഈ ടൈഫോയിഡ് ഫീവറിന് കാരണക്കാരായ ഈ സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ, ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആ ബാക്ടീരിയ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, ഡിസീസ് ഉള്ള അതുപോലെ പാത്തോജൻ അടങ്ങിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിലൂടെ. സോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ, കഴിക്കാൻ പറ്റാത്ത അങ്ങനെ ഡിസീസിന് കാരണക്കാരായിട്ടുള്ള സബ്സ്റ്റൻസുകൾ, സാധനങ്ങളുള്ള ഫുഡും വാട്ടറിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഈ സാൽമണല്ല ടൈഫി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ ഫുഡ് വാട്ടർ വഴിയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടർ വഴി നമ്മുടെ ബോഡിയിലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയം എൻ്റർ ചെയ്യുന്നു. എന്നിട്ടത് ബ്ലഡിലൂടെ മറ്റു ഓർഗൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും അതുപോലെ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹൈജീനിക് അല്ലാത്ത വാട്ടറിലൂടെയും നമ്മുടെ ബോഡിയിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത് ബ്ലഡ് വഴി മറ്റു ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ മറ്റു ഓർഗൻസിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ സിംറ്റംസ്, നമ്മുടെ ബോഡിയിൽ ഇത് കയറിക്കഴിഞ്ഞാൽ അത് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഹൈ ഫീവർ, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെയുള്ള ഹൈ ഫീവർ ഉണ്ടാവും. അത് 39 to 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നിൽക്കാണ്ടുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ ഫീവർ ഉണ്ടായിരിക്കും. അതൊരു സിംറ്റം. പിന്നീട് കാണുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, നമുക്ക് ഒരുപാട് തളർച്ച അനുഭവപ്പെടും. അതുപോലെ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ ഹെഡ് ഏക്ക്, തലവേദന, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നമുക്ക് വിശപ്പുണ്ടാവില്ല. ഇത്രയും സിംറ്റംസാണ് അതിൻ്റെ നോർമലായിട്ട് കാണുന്ന സിംറ്റംസ്. സോ ഈ ബാക്ടീരിയ സാൽമണല്ല ടൈഫി നമ്മുടെ ബോഡിയിൽ ഇൻറ്റസ്റ്റൈനിലേക്ക് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ എൻ്റർ ചെയ്ത് അത് ബ്ലഡിലൂടെ പിന്നീട് മറ്റു ഓർഗൻസിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബോഡിയിൽ അപ്പോൾ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് ഒന്നുകിൽ ഹൈ ഫീവർ കാണിക്കും, സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കാതെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ ഫീവർ, അത് 39 to 40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹൈ ഫീവർ. അതുപോലെ നമ്മൾ വീക്ക്നെസ്, തളർച്ച അനുഭവപ്പെടുന്നു, വയറുവേദന, സ്റ്റൊമക്ക് പെയിൻ, നമുക്ക് മലബന്ധം അനുഭവപ്പെടുന്നു, കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, തലവേദന, അതുപോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് നഷ്ടപ്പെടുന്നു. ഇത്രയും കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. ഇനി ഇത് ഭയങ്കര സിവിയർ ആയിക്കഴിഞ്ഞാൽ ഈ പാത്തജനിക് ബാക്ടീരിയത്തിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ സിവിയറായിട്ട് ഭയങ്കര ക്രോണിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലാണല്ലോ അത് കയറുന്നത്. സോ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ, ഇൻറ്റസ്റ്റൈനുകളിൽ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു, പോർസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ. പിന്നീട് അത് മരണത്തിലേക്ക് വഴിതെളിക്കാം, ഡെത്ത്. സോ സിവിയർ കേസിലാണ് ഇത് ഇൻറ്റസ്റ്റൈനിൽ പോർസ് അല്ലെങ്കിൽ പെർഫറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് വഴി നമുക്ക് മരണവും സംഭവിക്കുന്നു, ഡെത്ത് വരെ സംഭവിക്കാം. ഇനി ഇത് ഈ പറഞ്ഞ ടൈഫോയിഡ് ഫീവർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് വിഡാൽ ടെസ്റ്റ്. ഇതുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ്, നമ്മുടെ ബോഡിയിൽ സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയ, പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് വിഡാൽ ടെസ്റ്റ്. ഇനി ഇതിനെ പറയുന്ന ഒരു രസകരമായൊരു കാര്യമാണ്, ഇപ്പോൾ ഇത് പറഞ്ഞ സാൽമണല്ല ടൈഫി, അത് പാത്തോജനിക് ആയിട്ടുള്ള ഈ ബാക്ടീരിയം, ഈ ഡിസീസ് ഉണ്ടായ ഒരു ലേഡിയാണ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ ആ ഡിസീസ് കാരിയറാണ്. ആ സ്ത്രീയിൽ അതിന് തക്കതമായിട്ടുള്ള ടൈഫോയിഡ് ഫീവർ ഒന്നും ഉണ്ടായില്ല. ചില ആളുകളിൽ ഈ പറഞ്ഞ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ ജസ്റ്റ് ഒരു കാരിയറായിട്ട് മാത്രം ഒരു വെഹിക്കിൾ പോലെ ആക്ട് ചെയ്യുന്നു. സോ അത് ആ ഹ്യൂമർ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുകയുള്ളൂ, പക്ഷേ ആ സ്ത്രീയിൽ അല്ലെങ്കിൽ ഏത് ആളിലോ ചിലപ്പോൾ അവരിൽ അസുഖം ഉണ്ടാവണമെന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് മേരി മെല്ലൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ. അതൊരു കുക്കാണ്, പ്രൊഫഷണാളുടെ കുക്കായിരുന്നു. അതിനെ അറിയപ്പെടുന്നത് ടൈഫോയിഡ് മേരി എന്നൊരു നിക്ക് നെയിമിലാണ് അറിയപ്പെടുന്നത്. മേരി മെല്ലൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീനെ അറിയപ്പെടുന്നത് ടൈഫോയിഡ് മേരി, അതൊരു കുക്കായിരുന്നു. ആ കുക്കിങ്ങിലൂടെ ഒരുപാട് വർഷങ്ങളോളം ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിലൂടെ ഈ ടൈഫോയിഡ് ഫീവർ ഒരുപാട് പേർക്ക് സ്പ്രെഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് സോ ടൈഫോയിഡ് കാരിയറായിട്ട് ഈ പറഞ്ഞ മേരി മെല്ലൻ അല്ലെങ്കിൽ ടൈഫോയിഡ് മാരി ആക്ട് ചെയ്തു.
ആ സ്ത്രീയുടെ കുക്കിങ്ങിലൂടെ ഒരുപാട് പേർക്ക് ഈ ഡിസീസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെ അല്ലെങ്കിൽ ത്രൂ ഫുഡിലൂടെ കുക്കിങ്ങിലൂടെ തന്നെ ഈ ഡിസീസ് ഒരുപാട് പേർക്ക് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ അത് ടൈഫോയിഡ് കാരിയർ അഥവാ ടൈഫോയിഡ് മേരി എന്ന് ആ സ്ത്രീനെ അറിയപ്പെടുന്നു.